നമസ്കാരം. ഇന്ത്യയുടെ ശത്രുക്കളായവർ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന സംഭവം അടുത്തിടെ വർദ്ധിച്ചു വരികയാണ്. പാകിസ്ഥാനിൽ മാത്രം 20-ലേറെ ഭീകരർ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളവരായിരുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതോടെ ഈ അജ്ഞാതർ ഇന്ത്യക്കാർക്കും പ്രിയപ്പെട്ടവരായി മാറി. ഇപ്പോഴിതാ ഇന്ത്യയുടെ മറ്റൊരു ശത്രുവായ ഭീകരനും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനിലെ ജയിലിൽ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സരബ്ജിത്ത് സിംഗിന്റെ കൊലയാളിയാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. ഇതോടെ അമീർ സർഫറാസ് ലാഹോറിൽ വെടിയേറ്റ് മരിച്ചതിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുള്ളതായി സംശയിക്കുന്നെന്ന് പാക് ആഭ്യന്തരമന്ത്രി മെഹ്സീൻ നഖ്വി ആരോപിച്ചു. മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് അമീറും കൊല്ലപ്പെട്ടതെന്ന് നഖ്വി പറഞ്ഞു. പാക് മണ്ണിൽ നടന്ന മറ്റു 4 കൊലപാതകങ്ങളിലും ഇന്ത്യയെ സംശയിക്കുന്നു. അന്വേഷണങ്ങൾ അവസാനിച്ചതിന് ശേഷം കൂടുതൽ പ്രസ്താവന നടത്തുമെന്നും നഖ്വി അറിയിച്ചു. അതേസമയം പാകിസ്ഥാന് തൽക്കാലം ചെവി കൊടുക്കാതിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ. ഞായറാഴ്ച ലാഹോറിലെ ഇസ്ലാംപുര പ്രദേശത്ത് ബൈക്കിലെത്തിയ 2 പേർ ചേർന്ന് അമീർ സർഫറാസിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വീട്ടിലെത്തിയ അക്രമികൾ കോളിംഗ് ബെൽ മുഴക്കി. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ അമീറിനെ തൊട്ടടുത്ത് നിന്ന് വെടിവെക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അമീറിന്റെ സഹോദരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ലഷ്കർ എ തൈബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയാണ് അമീർ സർഫറാസ്. അമീറും കൂട്ടാളിയായ മുദാസിർ മുനീറും ചേർന്ന് കോട്ട് ലഖ്പത് ജയിലിൽ വെച്ച് സരബ്ജിത്ത് സിംഗിനെ ഇഷ്ടികയും ഇരുമ്പുവടിയും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. 2013 മെയ് 2 ലാഹോറിലെ ജിന്ന ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് സരബ്ജിത്ത് സിംഗ് മരിച്ചു എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ലാഹോറിലെ വൻ സുരക്ഷയിലുള്ള കോട്ട് ലഖ്പത് ജയിലിൽ വെച്ച് അമീർ സർഫറാസ് അടക്കമുള്ള സഹതടവുകാരുടെ ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് ഒരാഴ്ചയോളം സരബ്ജിത്ത് സിംഗ് കോമയിലായിരുന്നു. 2018 ഡിസംബറിൽ സർഫറാസിനെയും മുദാസിറിനെയും ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു. എല്ലാ സാക്ഷികളും മൊഴി മാറ്റി പറഞ്ഞതോടെയാണ് ഇവർ കുറ്റവിമുക്തരായത്. അവിവാഹിതനായ അമീർ സഹോദരങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. 1990-ൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നടന്ന ബോംബ് ആക്രമണങ്ങളിൽ സരബ്ജിത്ത് സിംഗിന് പങ്കുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം തള്ളി ഇന്ത്യയും സരബ്ജിത്തിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. 2001 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന അഫ്സൽ ഗുരുവിനെ ഇന്ത്യ തൂക്കിലേറ്റി 2 മാസത്തിന് ശേഷമാണ് സരബ്ജിത്ത് സിംഗിനെ ജയിലിൽ ആക്രമിച്ചത്. 1990-ലാണ് പഞ്ചാബ് സ്വദേശിയായ സരബ്ജിത്തിനെ പാക് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത്. ചാരവൃത്തിയും ബോംബ് സ്ഫോടനങ്ങളിലെ പങ്കും ആരോപിച്ചായിരുന്നു അറസ്റ്റ്. എന്നാൽ പാക് ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു. കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന സരബ്ജിത്ത് അബദ്ധത്തിൽ അതിർത്തി കടന്നതാണെന്നായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടെയാണ് സരബ്ജിത്ത് കൊല്ലപ്പെടുന്നതിന് മുമ്പ് വധശിക്ഷയ്ക്കെതിരെ പലതവണ ദയാഹർജികൾ സമർപ്പിച്ചിരുന്നു. ഘാതകനായ സർഫറാസിനെ 2018 ഡിസംബറിൽ ലാഹോറിലെ കോടതി മോചിപ്പിച്ചിരുന്നു. അടുത്തിടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ വിവിധ വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് പതിവായിരുന്നു. ലഷ്കർ എ തൈബ ഭീകരൻ അദ്നാൻ അഹമ്മദ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 വർഷത്തിനിടെ പാകിസ്ഥാനിൽ മാത്രം 20-ലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നതാണ് കൗതുകം. 2026-നകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഇന്നലെയാണ്. 2024-ലെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും 2026-നകം കാശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചു നീക്കുമെന്നുമായിരുന്നു പ്രസംഗം. പാകിസ്ഥാനിലെ ദേര ഗസി ഖാൻ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ സജിദ് മിർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. ലഷ്കർ എ തൈബ ഭീകരനായ സജിദ് മിർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത്. ഭീകരവിരുദ്ധ കോടതി സജീദിനെ 15 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ജയിലിൽ വെച്ചാണ് സജിദ് മിറിന്റെ ഉള്ളിൽ വിഷം ചെന്നത്. അതിനും തൊട്ടു മുൻപ് ഡിസംബർ 2-നാണ് ഖലിസ്ഥാനി ഭീകരൻ ലഖ്ബീർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത്. നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു. പഞ്ചാബിലെ മോഗ സ്വദേശിയാണ്. ഖലിസ്ഥാൻ ഭീകരൻ ഭിന്ദ്രൻവാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ്. 1984-ൽ ഭിന്ദ്രൻവാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖ്ബീർ പാകിസ്ഥാനിലേക്ക് കടന്നു. 91 മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തിവരികയായിരുന്നു. വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട 20 ഭീകരരിൽ ഒരാളാണ്.